ഈ സംഭവത്തിൽ എന്തായാലും മോഹൻലാലിന്റെ കണ്ണ് വരെ നിറഞ്ഞു എന്നതാണ് ഇപ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഒരു നല്ല മനുഷ്യനെ ഈ ഒരു രീതിയിലൊക്കെ അവർ കൊണ്ടെത്തിച്ചിരിക്കുന്നു, ഒരു സപ്പോർട്ട് പോലും കൊടുക്കാതെ. മോഹൻലാലിന്റെ ഈ വേദന മനസ്സിലാക്കിയ പലരും മോഹൻലാലിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്നതും. കാരണം ഒരു താരസംഘടനയുടെ തലപ്പത്തെത്തിയിട്ട് മോഹൻലാലിന് ലഭിച്ചത് ഇതൊക്കെയാണ്. താരസംഘടനയായ അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഇപ്പോൾ നടൻ ദേവൻ പറയുമ്പോൾ ദേവൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വലിയ വാർത്തയായതും. കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ വിഘടിച്ചു നിൽക്കുന്നവരും തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അവരെ തനിക്കൊപ്പം നിൽക്കാൻ കൊണ്ടുവരും. ഇപ്പോഴുള്ള പ്രശ്നം അമ്മ എന്ന താരസംഘടനയുമായി ഉള്ളതല്ല, വ്യക്തികൾ തമ്മിലാണ് പ്രശ്നം. അവർക്കുള്ളിലെ ഈഗോയാണ് അതിന് കാരണമെന്നും ദേവൻ പറഞ്ഞു. ആരൊക്കെ തമ്മിലാണ് പ്രശ്നമെന്ന് തിരിച്ചറിഞ്ഞ് അവരെ ഒരുമിപ്പിച്ചിരുത്തുകയാണ് പ്രസിഡന്റ് ചെയ്യേണ്ടതെന്ന് ദേവൻ പറഞ്ഞു. അതിനുള്ള ഉത്തരവാദിത്തം പ്രസിഡന്റിനാണ്. അവരെ വിളിച്ചു വരുത്തി ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി നമുക്ക് കൂടിയാലോചന നടത്താം. അമ്മയിൽ സാമ്പത്തിക തിരിമറിയുണ്ടെന്ന ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല. എന്നാൽ താൻ പ്രസിഡന്റായാൽ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന ആരോപണം ശരിയല്ല. എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ വിശ്വസിക്കുന്നവർ അമ്മയിലുണ്ട്. ഇന്നുവരെ അത്തരത്തിലൊരു സംസാരമോ പ്രവർത്തനമോ അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അമ്മയിൽ കക്ഷി രാഷ്ട്രീയമില്ലെന്നും ദേവൻ വ്യക്തമാക്കി. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും ദേവൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോഹൻലാലിനെ നേരിടേണ്ടി വന്ന ചില ചോദ്യങ്ങളുണ്ട്. എല്ലാവരും വിരൽ ചൂണ്ടിയത് ലാലിന് നേരെയായിരുന്നു. അത് ശരിയല്ല. ആരോപണ വിധേയർക്ക് കുഴപ്പമില്ല. പക്ഷേ മോഹൻലാൽ എന്ന ആ മഹാനടനെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിൽ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. നമ്മളെല്ലാം എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ വന്നല്ലോ, എനിക്കിനി ആ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഒന്നുമില്ലാതെയാണല്ലോ നമ്മളിതിൽ നിൽക്കുന്നത്. മോഹൻലാൽ ശരിക്കും വേദനിച്ചു. കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ തെറ്റ് ചെയ്തതുപോലെയാണ് തന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്മാറിയതും. എല്ലാവർക്കും ഒപ്പമുണ്ടാകുമെന്ന് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനാവില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് സാഹചര്യം. തനിക്ക് ഒരു പാനലുമില്ലെന്ന് ദേവൻ അറിയിച്ചു. അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തനിക്ക് വോട്ട് ചെയ്യട്ടെ. പാനലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. തന്നെ വിശ്വസിക്കുന്നവരുടെ വോട്ടാണ് തനിക്ക് ലഭിക്കുക. അത് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. ആരൊക്കെയാണ് എതിർ സ്ഥാനാർത്ഥികളെന്ന് നോക്കിയിട്ടില്ല. താൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെന്നും ദേവൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് നടൻ ബാബുരാജ്. പിന്മാറിയ തീരുമാനത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി ബാബുരാജ് എത്തുകയും ചെയ്തിട്ടുണ്ട്. പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സംഘടനയിൽ നിന്നും സമ്മാനമായി ലഭിച്ചതെന്നും അതിനാൽ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നേക്കുമായി പിന്മാറുകയാണെന്നും ബാബുരാജ് പറയുകയാണ്. ഈ തീരുമാനം ആരെയും ഭയന്നിട്ടില്ലെന്നും ബാബുരാജ് ഫേസ്ബുക്കിലൂടെ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഴ്പലക്കാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ എന്നേക്കുമായി പിന്മാറുകയാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ഈ തീരുമാനം ആരെയും ഭയന്നിട്ടല്ല. കഴിഞ്ഞ 8 വർഷം അമ്മ സംഘടനയിൽ പ്രവർത്തിച്ച എനിക്ക് പീഡന പരാതികളും അപവാദങ്ങളും മാത്രമാണ് സമ്മാനമായി ലഭിച്ചത്. അംഗങ്ങളിൽ നിന്നും ലഭിച്ച ചാനൽ ഉപദേശങ്ങൾ എന്റെ ഹൃദയത്തിൽ മരണം വരെ സൂക്ഷിക്കും. കഴിഞ്ഞ 10 മാസക്കാലം കമ്മിറ്റിക്ക് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. ലാലേട്ടൻ കമ്മിറ്റിയിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അന്ന് എല്ലാവരും ചേർന്ന് എന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇത്രയധികം ആരോപണങ്ങളെ പ്രതിരോധിച്ച് സംഘടനാപരമായ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ എനിക്ക് പ്രയാസകരമാണ്. എന്നെ മത്സരത്തിലൂടെ തോൽപ്പിക്കാമായിരുന്നു. അതായിരുന്നല്ലോ ജനാധിപത്യപരമായ രീതി. എന്നാൽ ഇത് എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്നെ വിശ്വസിച്ച് എല്ലാ പിന്തുണയും നൽകിയ എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അമ്മ സംഘടനയ്ക്ക് എല്ലാവിധ നല്ല ഭാവിയും നേരുന്നു. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ബാബുരാജ് ജേക്കബ് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. തനിക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സരിത എസ് നായരുടെ പരാതി ഇതിന്റെ ഭാഗമാണെന്നും ബാബുരാജ് നേരത്തെ പ്രതികരിച്ചിരുന്നു. മോഹൻലാലിന്റെ പേര് വലിച്ചിച്ചതിൽ വേദനയെന്നും നടൻ കൂട്ടിച്ചേർത്തു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജിന്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ലൈംഗിക ആരോപണത്തിന് വിധേയനായ നടൻ ബാബുരാജ് മത്സരിക്കരുത് എന്ന പ്രതികരണവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്നാൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ വരികയും ചെയ്തിരുന്നു. റാപ്പർ വേടനെതിരെ വീണ്ടും ഒരു കേസ് പൊങ്ങി വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് പ്രശ്നമുള്ള കേസായി മാറുന്നു. ബലാത്സംഗ കേസ് എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ബലാത്സംഗ കേസാണ്. എറണാകുളം തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതി. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി ആരംഭിച്ചതായാണ് വിവരം. 2 വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ മൊഴി പോലീസ് കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് തൃക്കാക്കര പോലീസ് IPC 376 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS വരുന്നതിന് മുൻപാണ് കുറ്റകൃത്യം നടന്നു എന്നതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2021 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതി. തൃക്കാക്കരയിലെയും മറ്റ് പലയിടങ്ങളിലെയും ഫ്ളാറ്റുകളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. വേടനെ പരിചയപ്പെട്ടത് മുതൽ 2 വർഷത്തോളം നീണ്ട ബന്ധത്തിലെ കാര്യങ്ങളാണ് തൃക്കാക്കര പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി 31,000 രൂപ വേടനെ നൽകിയിട്ടുണ്ടെന്നും 8,500 രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു നൽകിയിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് വിവരം. ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടിച്ച കേസിലും പുലിനാഗ് കേസിൽ വനം വകുപ്പിന്റെ അറസ്റ്റിനും ശേഷമാണ് റാപ്പർ വേടന് വീണ്ടും വിവാദത്തിൽ അകപ്പെടുന്നത്.